എന്താണ് ഇത്ര താല്പര്യം? ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനോട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾക്ക് എന്താണ് ഇത്ര താല്പര്യം എന്ന്. വിഴിഞ്ഞം തുറമുഖ പ്രശ്നത്തിൽ KK രാഗേഷ് മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ഇത്രമാത്രം പ്രകോപിപ്പിച്ചത്. അദ്ദേഹം ചോദിക്കുകയാണ്, എന്താണ് താങ്കൾക്ക് ഇത്ര താല്പര്യമെന്ന്. കേൾക്കാം വി.ഡി. സതീശന്റെ വാക്കുകൾ. ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ വലിയ പത്രസമ്മേളന ആക്ഷേപമൊക്കെ ഇട്ടു. എൻ്റെ തിരിച്ചുള്ളൊരു ചോദ്യം കേട്ടോ, കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താ കാര്യം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ? എന്താ ഇത്ര ഇൻട്രസ്റ്റ്? പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താ ഇൻട്രസ്റ്റ് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ? എനിക്ക് താല്പര്യമുണ്ട് മിസ്റ്റർ വി.ഡി. സതീശൻ എന്നാണ് KK രാഗേഷ് മുഖ്യമന്ത്രിക്ക് നൽകിയ മറുപടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. KK രാഗേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഏറെക്കാലം. ആ സമയത്ത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ടാകണം KK രാഗേഷ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് അതിൻ്റെ കാര്യങ്ങൾ, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം അറിയുമായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ വി.ഡി. സതീശനെ വിമർശിച്ചുകൊണ്ട് ഓഹരി കൈമാറ്റത്തിൽ വിശദമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതാണ് വി.ഡി. സതീശനെ പ്രകോപിപ്പിക്കുകയും ചെയ്തത്. ഇന്ന് വീണ്ടും മറുപടിയുമായി വന്നിട്ടുണ്ട് KK രാഗേഷ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ. എന്താ ഇത്ര ഇൻട്രസ്റ്റ്? ഇതാണ് അദ്ദേഹം ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം വി.ഡി. സതീശനോട്. തീർച്ചയായും താല്പര്യമുണ്ട്. ബഹുമാന്യനായ മുഖ്യമന്ത്രി CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് മാത്രമല്ല, കേരളത്തിലെ ഓരോ പൗരനും താല്പര്യമുണ്ട്. കേരളത്തിന്റെ പൊതുമുതൽ കൈമോശം വരാതിരിക്കാനുള്ള ജാഗ്രതയുടെ താല്പര്യമാണത്. ജനാധിപത്യ ബോധത്തിന്റെ താല്പര്യമാണത്. അത് ശബ്ദമുയർത്തി ചോദിക്കുമ്പോൾ ഇത്രമാത്രം അസഹിഷ്ണുത കാണിക്കുന്ന താങ്കളോട് ഒരു ചോദ്യം ആവർത്തിക്കട്ടെ. എന്താണ് വിഴിഞ്ഞത്തോടുള്ള താങ്കളുടെ അമിത താല്പര്യം? ഇതാണ് KK രാഗേഷ് തിരിച്ച് ചോദിക്കുന്നത്. പത്രസമ്മേളനങ്ങളിൽ ചോദ്യം ചോദിക്കുന്ന അപൂർവം ചില മാധ്യമങ്ങളെ വിരട്ടുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് താങ്കളുടെ ശൈലിയായി മാറിയിട്ടുണ്ട്. പൊതുപ്രവർത്തകരെയാകെ അത്തരത്തിൽ വിരട്ടി നിർത്താമെന്ന് കരുതരുത്. താങ്കൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, മഹാരാജാവല്ല. ഇന്നത്തെ അസ്വസ്ഥത കണ്ടപ്പോൾ ഉന്നയിച്ച കാര്യങ്ങൾ താങ്കളെ പ്രതിരോധത്തിലാക്കി എന്നത് വ്യക്തമായി. താങ്കൾ ഉപയോഗിച്ച വാക്കുകൾ, ശരീരഭാഷ തുടങ്ങിയവയൊന്നും ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്ന രീതിയിലായിരുന്നില്ലെന്ന് തുറന്നു പറയട്ടെ. സ്വന്തം പാർട്ടിയിലെ കമന്റ് തൊഴിലാളികൾക്കും സൈബർ ഗുണ്ടകൾക്കുമാണ് ആ ഭാഷ ഇണങ്ങുക എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. അഹിതമായ രീതിയിൽ വിഴിഞ്ഞം ഡീലിന് താങ്കൾ വഴിയൊരുക്കുമ്പോൾ കേരള ജനതയ്ക്ക് തങ്ങളുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ചില സംശയങ്ങൾ നിലവിലുണ്ട്. നാൾക്കുനാൾ അത് വർദ്ധിക്കുക തന്നെയാണ്. എന്തിനാണ് ധനം, നിയമം, തുറമുഖം വകുപ്പുകൾ മുഖ്യമന്ത്രി ബോധപൂർവം ഏറ്റെടുത്തത്? എന്തിനാണ് വിഴിഞ്ഞം പോർട്ട് മുൻ MDയെ തിടുക്കപ്പെട്ട് മാറ്റിയത്? എന്തിനാണ് ഭരണത്തിലേറും മുമ്പ് പ്രത്യേക വിമാനത്തിൽ മംഗലാപുരത്ത് അദാനി അധികൃതരെ കണ്ടത്? ആരാണ് ആ പ്രത്യേക വിമാനത്തിൻ്റെ ചിലവ് വഹിച്ചത്? ഓഹരി കൈമാറ്റത്തിൽ കരാർ ലംഘനം നടത്തിക്കൊണ്ട് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഓഹരി വിൽപ്പനയുമായി മുന്നോട്ട് പോകാൻ എവിടെ നിന്നാണ് അദാനിക്ക് ധൈര്യം കിട്ടിയത്? അദാനിയുടെ പ്രസ് റിലീസ് കണ്ടാണ് കച്ചവടത്തിൻ്റെ കാര്യം അറിയുന്നത് എന്ന് പറയുവാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ താങ്കൾക്ക് ലജ്ജയില്ലേ? അതുകൊണ്ട് തന്നെ ഭാവി കേരളത്തിൻ്റെ പ്രതീക്ഷയെ, കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയെ കോർപ്പറേറ്റുകൾക്ക് അടിയറ വെക്കുന്നതിന് എതിരെ ഇനിയും ചോദ്യങ്ങൾ ഉയരുക തന്നെ ചെയ്യും KK രാഗേഷ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. അതിലൊന്ന്, എന്തിനാണ് ധനം, നിയമം, തുറമുഖം വകുപ്പുകൾ മുഖ്യമന്ത്രി ബോധപൂർവം ഏറ്റെടുത്തത്? ഈ ചോദ്യത്തിന് ഒരു കൃത്യമായ മറുപടി നൽകാൻ ഇതുവരെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. എന്തിനാണ് വിഴിഞ്ഞം പോർട്ട് മുൻ MDയെ തിടുക്കപ്പെട്ട് മാറ്റിയത്? ദിവ്യ S. അയ്യരെ എന്തിന് തിടുക്കപ്പെട്ട് മാറ്റി എന്ന ചോദ്യത്തിനും ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. എല്ലാവരും മാറ്റിയതുപോലെ ദിവ്യ S. അയ്യരെയും മാറ്റി എന്ന ഒഴുക്കൻ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് ഭരണത്തിലേറും മുമ്പ് പ്രത്യേക വിമാനത്തിൽ മംഗലാപുരത്ത് അദാനി അധികൃതരെ കണ്ടത്? അതേക്കുറിച്ചും അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുന്നില്ല, ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ആരാണ് ചാർട്ടേഡ് വിമാനത്തിൻ്റെ പണം നൽകിയത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും അദ്ദേഹം പറയുന്നില്ല. അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് എന്നാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ 50 ലക്ഷത്തോളം രൂപ വേണം ചാർട്ടേഡ് വിമാനം ഇവിടെ നിന്ന് മംഗലാപുരത്തേക്ക് പോകാൻ. ആ പണം ആര് നൽകി? ആ ചോദ്യത്തിനെങ്കിലും മുഖ്യമന്ത്രി മറുപടി പറയണ്ടേ? അദ്ദേഹം അന്ന് പ്രതിപക്ഷ നേതാവാണ്, സാധാരണ വ്യക്തിയല്ല. അദ്ദേഹം എന്തുകൊണ്ട് അത് മറച്ചു പിടിക്കുന്നു എന്നത് വലിയ കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് നിയമസഭയിൽ പറയേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രിയുടെ ദയനീയ കാഴ്ചയുണ്ടല്ലോ.
അങ്ങനെയുള്ള ഒരാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ ലജ്ജയില്ലേ എന്ന ചോദ്യമാണ് കെ രാഗേഷ് ചോദിക്കുന്നത്. എന്തായാലും അതൊരു വലിയ ചോദ്യം തന്നെയാണ്. കാരണം ഞാനൊന്നും അറിയില്ല, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി. സ്വാഭാവികമായും ആളുകൾക്ക് സംശയം വരും, എന്തിനാണ് താങ്കൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്, താങ്കൾ അറിയാതെയാണോ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന്. എന്തായാലും ഈ ചർച്ച, ആ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്, വീണ്ടും അത് സജീവമായത് വി.ഡി. സതീശൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടു കൂടിയാണ്. കെ രാഗേഷിൻ്റെ പേര് വാർത്താ സമ്മേളനത്തിൽ പരാമർശിച്ചത് കൊണ്ട് തന്നെയാണ്. ചർച്ച തുടരട്ടെ, അങ്ങനെ സത്യം വെളിയിൽ വരട്ടെ.